കൊല്ലത്ത് അറസ്റ്റിലായ 2 പേരുടെ മാവോയിസ്റ്റ് ബന്ധം സ്ഥിരീകരിച്ചതായി പോലീസ്. അറസ്റ്റിലായ രമണൻ നീറ്റ ജലാറ്റിൻ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതായും അറസ്റ്റിലായ ശാസ്താംകോട്ട സ്വദേശി ആനന്ദാണ് രൂപേഷിന് സിം കാർഡ് എടുത്തു നൽകിയതെന്നും പോലീസ് പറഞ്ഞു. കുണ്ടറ പോലീസാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. അതേസമയം പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ തുടരുമെന്നും നീറ്റ ജലാറ്റിനെതിരായ സമരത്തിൽ എല്ലാവരും ഒന്നിക്കണമെന്നും രമണൻ പ്രതികരിച്ചു. തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് വ്യാജ സിം കാർഡ് എടുത്തെന്ന കുണ്ടറ സ്വദേശിനികളായ വിജി പ്രീത എന്നിവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആനന്ദനും രമണനും പിടിയിലാകുന്നത്. മൈക്രോ ഫിനാൻസ് ലോൺ സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ആനന്ദൻ ഇരുവരിൽ നിന്നും തിരിച്ചറിയൽ രേഖയും ഫോട്ടോയും സ്വന്തമാക്കുന്നത്. തുടർന്ന് രമണന്റെ നിർദ്ദേശപ്രകാരമാണ് ആനന്ദൻ സിം കാർഡ് എടുത്തതെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് വേണ്ടിയാണ് ഇവർ സിം കാർഡ് എടുത്തതെന്നും 15 സിം കാർഡുകൾ രൂപേഷിന് കൈമാറിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട രമണനും ആനന്ദനും മുൻപ് CPM-IML പ്രവർത്തകരായിരുന്നു. 2013 മുതൽ ഇവര് രൂപേഷുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. കൊച്ചിയിലെ നീറ്റ ജലാറ്റിൻ കമ്പനി ആക്രമണ കേസിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് രമണൻ. CCTV ദൃശ്യങ്ങളിൽ രമണനെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ചാലിയാർ പുഴയെ നശിപ്പിക്കുന്ന നീറ്റ ജലാറ്റിൻ കമ്പനിക്കെതിരെ എല്ലാവരും സംഘടിക്കണമെന്നും പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ എന്നും ഉണ്ടാകുമെന്നും രമണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലക്കുടി പുഴയെ മലിനമാക്കുന്ന ജപ്പാൻ കൊളാബറേഷനുള്ള ആ കമ്പനി ഇല്ലാതാവണം. അതിനെതിരായിട്ട് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിനെതിരാണ്. അത്തരം കമ്പനികൾക്കെതിരായിട്ട് ജനങ്ങൾ രംഗത്ത് വരണം. പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ രംഗത്ത് വരണം. CPM-ൽ പ്രവർത്തകരായിരുന്ന ഇരുവരും 2 വർഷമായി സജീവ മാവോയിസ്റ്റ് പ്രവർത്തകരാണെന്നും പോലീസ് പറഞ്ഞു. ഇരുവർക്കുമെതിരെ UAPA ചുമത്തും. റിപ്പോർട്ടർ, കൊല്ലം.